പാനലിസ്റ്റിലുള്ള പവിത്ര മാഷ്, കെ സേതുരാമൻ IPS, സോണിയ, ഏറ്റവും പ്രിയങ്കരായ സുഹൃത്തുക്കളെ, ഭാഷയുടെ സാമൂഹ്യ പദവികൾ എന്നുള്ളതാണ് നമ്മുടെ സെഷൻ്റെ വിഷയം. പല തലങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിവിധങ്ങളായ പാരായണ സാധ്യതകളുള്ള ഒരു വിഷയമാണിത്. മനുഷ്യൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും സങ്കീർണമായത് ഭാഷയാണ്. ഭാഷ എന്നത് നമ്മളുടെ പുറത്തുള്ള ഒരു കവചം മാത്രമല്ല, ഭാഷ എന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ അസ്തിത്വത്തിൻ്റെ മറ്റെല്ലാ പ്രകാശനങ്ങളും നമുക്ക് സാധ്യമാകുന്നത് ഭാഷയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഭാഷ എന്നത് നമ്മൾ തന്നെ ആണ് എന്നുള്ളതാണ്. ഭാഷയുടെ സാമൂഹ്യ പദവികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ ജനതയെ സംബന്ധിച്ചും ഭാഷ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് മാറുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ കൊളോണിയൽ ഭാഷ ലോകത്തെല്ലായിടത്തും സാർവത്രികമായി അടിച്ചേൽപ്പിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി ലോകത്തിലെല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യം, ഭൂമി മാത്രമല്ല അവർ സ്വതന്ത്രമാകുന്നത്, അവരുടെ ഭാഷ കൂടിയായിരുന്നു അവിടെ സ്വാതന്ത്ര്യം നേടിയിരുന്നത്. ചൈന സ്വതന്ത്രമാകുമ്പോൾ ചൈനീസ് ഭാഷയും, ജപ്പാൻ സ്വതന്ത്രമാകുമ്പോൾ ജപ്പാനീസ് ഭാഷയും, കൊറിയ സ്വതന്ത്രമാകുമ്പോൾ കൊറിയൻ ഭാഷയും ഒക്കെ സ്വാതന്ത്ര്യം നേടി. യൂറോപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ ഭാഷകൾ പോലും സ്വന്തമായ അസ്തിത്വം നേടി. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ആ രീതിയിൽ സ്വാതന്ത്ര്യം നേടാൻ നമ്മുടെ ഭാഷയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കാണാം. ഇന്ത്യൻ ഭാഷകളെ വേണ്ട രീതിയിൽ അധികാരപ്പെടുത്താൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാഷയുടെ സാമൂഹ്യ പദവിയെ കുറിച്ചുള്ള ചിന്തയിൽ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ അന്വേഷിക്കുന്നത് ആ വിഷയമാണ്. അതിനുശേഷം നമുക്കതിൻ്റെ മറ്റു മാനങ്ങളിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ പി പവിത്രനോടാണ്. കഴിഞ്ഞ 15 വർഷത്തോളം കാലം ഭാഷയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന, ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്നുള്ളത് പവിത്ര മാഷിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് മാത്രമല്ല, അത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ കൂടി പേരാണ്. സാഹിത്യത്തിന്റെ ഒരുപാട് വഴികളൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്നിട്ടും ആ സാഹിത്യത്തിന്റെ വഴിയിൽ പോകാതെ ഒരുപക്ഷെ മലയാളി കുറെയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞ ഭാഷാ സമരം എന്ന് പറയുന്നത് കേരളത്തിൽ കൊണ്ടുവരികയും നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ആ പ്രശ്നവൽക്കരിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോരാളിയായിട്ടുള്ള പവിത്രൻ മാഷ് ആദ്യമായിട്ട് ഈ സാമൂഹ്യ പദവി എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കും. നമുക്ക് മൊത്തം 1 മണിക്കൂറാണ് സമയം. അതുകൊണ്ട് ഓരോ ഡെലിഗേറ്റ്സിനും നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഒരു 13 മിനിറ്റാണ്. ആദ്യം ഒരു 8 മിനിറ്റ് എടുത്തിട്ട് ചെയ്യണം. ഭാഷയുടെ സാമൂഹ്യ പദ്ധതികൾ എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ മറ്റ് വിഷയങ്ങൾ പറയുന്ന പോലെ അല്ല അതിൻ്റെ ആ പദത്തിൻ്റെ സംയോജനം. കാരണം സാമൂഹ്യത തന്നെ ഭാഷയുടെ നിർമ്മിതിയാണ്. ഇപ്പം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിഷയം, ബയോളജിയോ അല്ലെങ്കിൽ ഫിസിക്സോ, അല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യുന്ന സാഹിത്യം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച് സാമൂഹ്യ പദവികൾ എന്ന് പറയാം. ഇതങ്ങനെയല്ല, സമൂഹം തന്നെ ഭാഷയുടെ നിർമ്മിതിയാണ്. നരവംശാസ്ത്രത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം നോക്കിയാൽ ഒരു 70,000 കൊല്ലം മുമ്പ് മനുഷ്യന് ഭാഷ സ്വായത്തമായതാണ് മനുഷ്യനേക്കാൾ
ശാരീരിക ക്ഷമതയുള്ള, ഹോമോസാപ്പിയൻസിനേക്കാളും ശാരീരിക ക്ഷമതയുള്ള നിയാൻഡർത്തൽ മനുഷ്യരെ മുഴുവൻ പരാജയപ്പെടുത്തി ഈ മനുഷ്യകുലത്തിന് ഭൂമിയിൽ വാഴാൻ കഴിഞ്ഞത്. അത് നല്ലതാണോ ചീത്തയാണെന്നുള്ള വേറെ കാര്യം. അപ്പോ ഭാഷ കൊണ്ട് പരസ്പരം ബന്ധിതരാകാനും ചിഹ്നങ്ങളിലൂടെ വിനിമയം ചെയ്യാനും ഇന്നലെകളെ കുറിച്ച് ഓർക്കാനും നാളെയെ കുറിച്ച് വിഭാവനം ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യരാണ്. മറ്റതിനൊന്നും ഈ ക്രിസ്തുബ്ദെന്നോ അല്ലെങ്കിൽ BC എന്നോ പറഞ്ഞ ഒരു കാലയളവൊന്നും മറ്റ് ജീവികൾക്കില്ല. അപ്പോൾ സാമൂഹ്യത എന്ന് പറയുന്ന ഒന്നിന്റെ നിർമ്മിതി തന്നെ ഭാഷക്കകത്താണ്. അത് ഏത് ഭാഷ എന്നുള്ള രണ്ടാമത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഭാഷയുടെ സാമൂഹ്യ പദവി എന്ന് വെച്ചാൽ ഒരുപക്ഷെ സാമൂഹ്യത തന്നെ ഭാഷയുടെ നിർമ്മിതിയാണ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു കാലഘട്ടം വരെ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ തമാശയിൽ പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ, സൂര്യനെ കൊണ്ടോ ചന്ദ്രനെ കൊണ്ടോ പ്രയോജനം, പഴയൊരു മൊല്ലക്ക കഥയാണ്. എന്ന് ചോദിച്ചപ്പോൾ കുട്ടി സൂര്യനെ കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൊല്ലക്ക തിരുത്തിയെന്നാണ്. സൂര്യൻ പകലല്ലേ, രാത്രിയല്ലേ നമുക്ക് വെളിച്ചം ആവശ്യം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പകലുണ്ടാവുന്നത് സൂര്യനെ കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. സ്വാഭാവികമായിട്ടുള്ളതാണ് പകലെന്നും അതിൻ്റെ അകത്താണ് സൂര്യനെന്നും വിചാരിക്കുന്ന പോലെയുള്ള ഒരു ധാരണ പിശക് ഭാഷയെ സംബന്ധിച്ച് പറയുമ്പോൾ, കാരണം ഭാഷ കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാവുന്നത്. ഈ തിരിച്ചറിവ് ഒരുപക്ഷെ ചിന്താചരിത്രത്തിൽ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുണ്ടായിരുന്നു. അതിനെ നമ്മൾ ലിംഗ്വിസ്റ്റിക് ടേൺ എന്നാണ് വിളിക്കുക. എല്ലാ കാര്യങ്ങളും ഭാഷയിലൂടെ നിർമ്മിക്കപ്പെടുന്നതാണ് എന്നൊരു ആശയം വരികയാണ്. എന്ന് വെച്ചാൽ ഭാഷ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആശയത്തെ വിനിമയം ചെയ്യാനുള്ള ഒരു മാധ്യമമല്ല, ആ മാധ്യമത്തെ തന്നെ നിർണ്ണയിക്കുന്നത് ഭാഷയാണെന്ന് അർത്ഥം. അപ്പൊ അത് അവരുടെ നേരത്തെ കൂട്ടിയുള്ള ഒരു വിനിമയ മാതൃകക്കകത്തേക്ക് ഒരു ആശയം വരികയല്ല, ആശയം തന്നെ നിർമ്മിക്കുന്നതിൽ ഭാഷയ്ക്ക് പങ്കിടുന്നുള്ളതുകൊണ്ട് ഭാഷാശാസ്ത്രത്തിന്റെ വിഷയം മാത്രമല്ല, ഒരുപക്ഷെ ഭാഷാശാസ്ത്രത്തിന്റെ വിഷയമേ അല്ല. ഇപ്പോ ഫ്രോയിഡിന്റെ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് പറയും, ലൈംഗികമായ സ്വപ്നം ഒഴിച്ച് ബാക്കി എല്ലാ സ്വപ്നങ്ങളും ലൈംഗികമാണ്, പക്ഷെ ലൈംഗിക സ്വപ്നത്തിന്റെ അർത്ഥം മറ്റൊന്നാണെന്ന് പറയുന്ന പോലെ ഭാഷാശാസ്ത്രത്തിന്റെ വിഷയമേ അല്ല ഭാഷ. ഒരർത്ഥത്തിൽ ഭാഷ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും, രാഷ്ട്രീയം ഉൾപ്പെടെ, തത്വചിന്ത ഉൾപ്പെടെ, ശാസ്ത്രം ഉൾപ്പെടെ. ഇപ്പോ തോമസ് കൂൻ 1962 സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻസ് എന്നുള്ള പുസ്തകം എഴുതുമ്പോൾ ഭാഷയും ഭാഷാപരമായ സങ്കല്പനങ്ങളും ശാസ്ത്രത്തെ നിർണ്ണയിക്കുന്നതിൽ എത്ര പങ്കുവഹിച്ചു എന്നതിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഭാഷ മറ്റൊന്നിൽ എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു തുരുത്തായിട്ടല്ല കാണുന്നത്. ഭാഷ ഇതിനെയൊക്കെ വലയം ചെയ്ത് നിൽക്കുന്നത്, ഇതിനെ നിർണ്ണയിക്കുന്നതായിട്ടൊന്നായിട്ടാണ്. അപ്പോൾ ആ ഒരു വിശാലമായ ഭൂമികയിൽ നിന്ന് വേണം നമ്മുടെ ഭാഷയുടെ സാമൂഹ്യ പദവിയെ കുറിച്ച് പറയാൻ. നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ഭാഷയ്ക്ക് സാമൂഹ്യ പദവിയുണ്ട്, ഭാഷ ഇല്ലെങ്കിൽ സാമൂഹ്യത ഇല്ല. വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഈ സ്വാഭാവികമായി ഉള്ള ഈ ഭാഷ നമ്മുടെ എല്ലാ സാമൂഹ്യ മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയാതിരിക്കുന്നതിന് മറ്റെന്തെങ്കിലും തടസ്സമുണ്ടെന്നുള്ള ചോദ്യം. ഈ ചോദ്യം എനിക്ക് തോന്നുന്നു ഒട്ടും മുമ്പുള്ള സെഷനിൽ ദിലീപ് മേനോൻ കോളനിയലിലെ പോസ്റ്റ് കൊളോണിയൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചെന്ന് എൻ്റെ ധാരണ. കോളനിവൽക്കരണം ഉണ്ടാക്കിയെടുത്ത ഒരു ഭാഷാസൂത്രണത്തിന്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ കാര്യം മറന്നു പോകും. ഇപ്പോൾ സാധാരണഗതി ചോദിക്കും, ഭാഷ നിയമം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ മലയാളത്തിന് വേണ്ടിയുള്ള നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിയമം മൂലം നിങ്ങൾക്കൊരു ഭാഷയെ സംരക്ഷിക്കാൻ കഴിയുമോ? കോടതി ഭാഷയ്ക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിയമം കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ സംരക്ഷിക്കാൻ കഴിയുമോ? അവർ മറന്നു പോകുന്ന ഒരു കാര്യം, ഒരു നിയമം കൊണ്ടാണ് ഇപ്പോഴുള്ള ഭാഷാ വ്യവസ്ഥ രൂപപ്പെട്ടെന്നുള്ളതാണ്. 1835 മെക്കാളെ മിനിറ്റ്സ് ഉണ്ടാക്കിയ നെഗറ്റീവ് ഭാഷാസൂത്രണമാണ് നമ്മൾ തിരുത്തേണ്ടത്. അല്ലാതെ അപ്പൊ ആ നിയമം അവിടെ നിലനിൽക്കുകയാണ്. ആ നിയമം ഇവിടെ നിലനിൽക്കുന്നു. കോടതി ഭാഷയെക്കുറിച്ചുള്ള നിയമം നിലനിൽക്കുന്നു, ഭരണഭാഷയെക്കുറിച്ചുള്ള നിയമം നിലനിൽക്കുന്നു. ആ നിയമങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ അതിനെ ജനായത്തവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അല്ലാതെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭാഷയല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ്, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ആളുകളുടെയും മാതൃഭാഷയല്ല ഇംഗ്ലീഷ്. ആ നിലക്കും കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഭാഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഭാഷ എന്ന അർത്ഥത്തിലെടുത്താൽ അത് ആദിവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷ, കേരളത്തിൽ 96% ആളുകളുടെ മാതൃഭാഷയാണ് മലയാളം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ലോകത്തിലെ ഏകഭാഷാ സമൂഹമൊന്നും നല്ല കാര്യമൊന്നുമല്ല. പക്ഷേ മലയാളം അവഗണിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ ആ കാര്യം ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷ എന്ന നിലയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം.
ഇപ്പൊ കർണാടകയും തമിഴ്നാടും ഒക്കെ ഭാഷയുടെ കാര്യത്തിൽ വളരെ വലിയ പുരോഗതി നേടി മാതൃഭാഷയുടെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട്. വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല. പക്ഷെ കർണാടകയിൽ 65% മാതൃഭാഷ മാത്രം കന്നഡ. സംയുക്ത ആന്ധ്രയിൽ 83% മാതൃഭാഷ മാത്രമാണ് തെലുങ്ക്. ഈ തമിഴ്നാട്ടിൽ പോലും 90% താഴെയാണ് തമിഴ് മാതൃഭാഷയായിട്ടുള്ള ആളുകൾ. ബാക്കി ആളുകളെല്ലാം ഭാഷാ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന മറ്റ് ഭാഷകൾ ആ സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷെ കേരളത്തിൽ 97%, 96% കൂടുതൽ മാതൃഭാഷ മലയാളമായിട്ടുള്ള ആളുകളാണ് ഉള്ളത്. പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിയാതെ പലപ്പോഴും മലയാളത്തിന്റെ അല്ലെങ്കിൽ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള തർക്കത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴുള്ള വിഷയം ഇതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഷയുടെ പദവിയെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ലോകത്തിലെ ഈ ഭാഷാ സമൂഹങ്ങൾ എടുത്താൽ ഏറ്റവും അധികം ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹം, അങ്ങനെ വാക്ക് ഉപയോഗിക്കാമെങ്കിൽ അത് മലയാളമാണ്. പക്ഷേ ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന ഭാഷയും മലയാളം. ആ വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. കർണാടകത്തിൽ കന്നഡക്കുള്ള പദവിയൊന്നും കേരളത്തിൽ മലയാളത്തിനില്ല. തമിഴ്നാട്ടിൽ തമിഴിനുള്ള പദവി കേരളത്തിൽ മലയാളത്തിനില്ല. പദവി ഞാൻ ഉദ്ദേശിക്കുന്ന ഭരണഭാഷാ തലത്തിൽ, കോടതിയുടെ തലത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ തലത്തിൽ, മറ്റനേകം തലങ്ങളിൽ. അതിന്റെ വിശദാംശങ്ങളൊക്കെ കൂടുതൽ പറയാനിരിക്കുന്നു. അതുകൊണ്ട് ഭാഷാ പദവിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മലയാളത്തിന്റെ സവിശേഷ പദവിയെ കുറിച്ച് പറയേണ്ടി വരും. അവിടെ കോളനീകരണത്തിന്റെ ഭാഷാസൂത്രണത്തിന്റെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുള്ള കാര്യം പറയേണ്ടി വരും. അതിനെ നേരത്തെ മോഡറേറ്റർ സതീഷ് കുമാർ പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഔപചാരികമായ ഒരു സ്വാതന്ത്ര്യമാണോ കിട്ടിയത്, അതോ ഒരു സമൂഹത്തിന്റെ ഭാഷാപരമായ സ്വാതന്ത്ര്യം കൂടെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. കാരണം ഒരു ഭാഷ എന്ന് പറയുന്നത് അവരുടെ പ്രതീകാത്മകമായ അധികാരമാണ്. മാതൃഭാഷ ഒരു സമൂഹത്തിന് നഷ്ടപ്പെട്ടാൽ അവരുടെ വിഭവങ്ങളുടെ മേലുള്ള പ്രതീകാത്മകമായ അധികാരമാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ ആദിവാസിയുടെ ഭാഷ നഷ്ടപ്പെട്ടാൽ അവർക്ക് അവരുടെ വിഭവങ്ങളുടെ മേൽ, വനവിഭവങ്ങൾ ഉൾപ്പെടെയുള്ള വിഭവങ്ങളുടെ മേൽ തങ്ങൾക്കുള്ള അധികാരം നഷ്ടപ്പെടുന്നത്. അപ്പൊ എന്നതുപോലെ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ സാമൂഹ്യതയെ നിർണ്ണയിക്കുകയും ആ സാമൂഹ്യമായ വിഭവങ്ങളുടെ മേൽ ഒരു ജനത എന്നുള്ള നിലക്കുള്ള അവരുടെ അവകാശവും കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ ആ നിലയിൽ വേണം നമ്മൾ ഭാഷയുടെ സാമൂഹ്യ പദവിയെ കുറിച്ച് പറയാൻ. അതൊരു ഭാഷാ പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഒരു സാമൂഹ്യ പ്രശ്നം. മലയാളത്തിന്റെ ഭാവി എന്നുള്ളത് ഡോക്ടർ കെ സേതുരാമന്റെ ഒരു പുസ്തകമാണ്. മലയാളത്തിന്റെ ഭാവിയെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കുന്നത് തമിഴനായിട്ടുള്ള സേതുരാമനാണ്. അദ്ദേഹം പിന്നീട് മലയാളിയുടെ ജനിതകത്തെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ പലപ്പോഴും വളരെ വൈകാരികമായി തീരുമ്പോൾ ഭാഷ എന്നത് അമ്മയായിട്ടും അമ്മിഞ്ഞപ്പാലൊക്കെ ആയിട്ട് കാണുന്ന നമ്മളുടെ സമീപനം, അതിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷ എന്നതിനെ അടിസ്ഥാനപരമായ ഒരു വികസന പ്രശ്നമായി, മാനവ വിഭവശേഷിയുടെയും അറിവിൻ്റെയും അതുപോലെ തന്നെ ഭൗതിക വസ്തുക്കളുടെയും ഉൽപാദന പ്രശ്നമായി, നമ്മളുടെ പൊതു GDPയുടെ വർധനവായും ദാരിദ്ര്യമായും, ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വളരെ ആഴത്തിൽ അന്വേഷണം നടത്തിയിട്ടുള്ള ആളാണ് കെ സേതുരാമൻ. അദ്ദേഹത്തിൻ്റെ മലയാളത്തിൻ്റെ ഭാവി എന്ന പുസ്തകം ഈ അർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഡാറ്റകൾ മുഴുവൻ ശേഖരിച്ചുകൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസം, ജീവിതം, അങ്ങനെ നമുക്ക് ജീവിതത്തെക്കുറിച്ച് സങ്കല്പിക്കാവുന്ന എല്ലാ മണ്ഡലങ്ങളിലും അന്യഭാഷ അല്ലെങ്കിൽ വൈദേശിക ഭാഷ എങ്ങനെയാണ് നമ്മുടെ സ്വത്വത്തെ തകർത്തത് എന്നുള്ളത് വളരെ സുവ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും ഭാഷയുടെ പദവി എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. നമസ്കാരം. ഭാഷയുടെ സാമൂഹിക പദവി എന്ന് തീരുമാനിക്കുന്നത് ഭാഷയുടെ ഉപയോഗമണ്ഡലങ്ങളും അതുകൂടാതെ അറിവ് സൃഷ്ടിക്കലും വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് LKG UKG ജോയിൻ ചെയ്യുന്നു, അവിടെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കുന്നു. അതേസമയത്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ പ്രഭാഷണം കേൾക്കുന്നത് മലയാളത്തിലാണ്. നിയമസഭയിലെ നിയമങ്ങൾ പാസ്സാക്കുന്നത് മലയാളത്തിലാണ്.
അതേസമയത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മൊത്തം ഇംഗ്ലീഷിലാണ്. ആഗോള ഭാഷയായാലും അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഭാഷയായാലും ആ ഭാഷയുടെ യഥാർത്ഥമായ ഒരു പദവി നേടുന്നത് അത് എത്ര ദൂരം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നു എന്ന് തീരുമാനിച്ചിട്ടാണ്. അതായത് കോടതിയിൽ പോയിട്ട് വാദിയുടെയും പ്രതിയുടെയും ഭാഷയിൽ സംസാരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ ഭാഷയുടെ ഒരു പദവിയുണ്ട് കോടതി ഭാഷയായിട്ട്. അല്ലെങ്കിൽ വോട്ട് ചോദിക്കുന്ന ഭാഷയിൽ ഭരണ സംവിധാനം നടക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എടുത്ത് നോക്കിയാൽ മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥ ഉണ്ട്. അവിടെ ഭാഷയുടെ ഒരു പദവിയുണ്ട്. അതുപോലെ തന്നെ എവിടെയാ തൊഴിലാളികളുടെ ഭാഷകളിലെ മുതലാളിമാരും അവരുടെ തൊഴിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടേക്ക് മെച്ചപ്പെട്ട ഉൽപാദനക്ഷമത ഉണ്ട്. രോഗിയുടെ ഭാഷയിലെ ഡോക്ടർമാരെ പഠിച്ച് വിതരണം ചെയ്യുന്നുണ്ടോ അവിടേക്ക് മെച്ചപ്പെട്ട ആരോഗ്യ വ്യവസ്ഥ ഉണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ അപ്പോൾ ഈ പദവി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ സാമൂഹിക പദവി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ ഒരു സ്ഥാനം ഉണ്ടാവും, രാഷ്ട്രീയപരമായ ഇടപെടലുണ്ടാവും. എന്നിരുന്നാലും അത് ഉപയോഗമണ്ഡലം എങ്ങനെ നമ്മൾ കാണുന്നു അതാണ് പ്രധാനം. അതേസമയത്ത് ഈ സാമൂഹിക പദവി കുറച്ചുകൂടി നമുക്ക് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ G20 പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കാണുന്ന എല്ലാ രാജ്യങ്ങളും അവരുടെ സ്വന്തം മാതൃഭാഷയിലാണ് സാധാരണ ഭരണം നടത്തുന്നതും തൊഴിൽ സ്ഥാപനം നടത്തുന്നതും അതുപോലെ തന്നെ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ നൽകുന്നതും എല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, സാധാരണ ഒരു 3 ലക്ഷം ജനസംഖ്യയുള്ള ഐസ്ലാൻഡിക് ഭാഷയ്ക്ക് സാധിക്കും. അതേസമയത്ത് 3.5 കോടി ജനസംഖ്യയുള്ള മലയാളത്തിന് സാധിക്കത്തില്ല. കാരണം അതിൻ്റെ സാമൂഹിക പദവി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം ലഭ്യമല്ല. ആ സാമൂഹിക പദവി എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറിവ് സൃഷ്ടിക്കുന്നത്. വികസനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ടെക്നോളജി. ആ സാങ്കേതിക വിദ്യ ആർജിക്കാനായിട്ടും വിതരണം ചെയ്യാനായിട്ടും ഏത് ഭാഷ ഉപയോഗിക്കുന്നു അതായിരിക്കും ഏറ്റവും കൂടുതൽ ആഗോള ഭാഷയായിട്ട് മാറുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഇംഗ്ലീഷ് അനിവാര്യമായി തരാൻ കാരണം അമേരിക്കക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അമേരിക്കയിലാണ് ആദ്യമായിട്ട് ടെക്നോളജികൾ ഉണ്ടാകുന്നത്, ഭാവി തുടങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് പേസ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുന്ന മുതൽ എവിടെയും പോയി ഷോപ്പിൽ പോയി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നു, ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, മുഴുവനെടുത്ത് പോയി സൃഷ്ടിക്കുന്നത്. ആ രാജ്യങ്ങളാണ് സാധാരണ എടുത്ത് നോക്കിയ സാമൂഹിക പദവി സ്ഥാനം കിട്ടുന്നത്. കാരണം വികസനം അവിടെയാണ് ഉള്ളത്, ഭാവി അവിടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ എൻ്റെ വീട്ടിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആഗോള ഭാഷയായിട്ട് സാമൂഹിക പദവി കൊണ്ട് കൈവരിച്ച ഭാഷകൾ മുഴുവൻ എല്ലാ മേഖലയിലും വ്യാപിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ വീട്ടിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ രാവിലെ എൻ്റെ ഭാര്യ ടർക്കിഷ് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, മോനെടുത്ത് നോക്കി കഴിഞ്ഞാൽ ബോക്കേമാൻ ജാപ്പനീസിൽ കാണുന്നു, വേറെ ഒരുത്തനാണ് ഇംഗ്ലീഷ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ കൊറിയൻ BTS സോങ് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ആലോചിച്ച് നോക്കുക, നമ്മളെക്കാളും വളരെ പഠിക്കുന്നതാണെങ്കിൽ എടുത്ത് നോക്കിയാൽ സാപ്പിയൻസ് പറഞ്ഞ ഒരു ഹീബ്രു ഭാഷ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിന് തർജ്ജമയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹീബ്രു ഭാഷ ആയാലും കൊറിയൻ ആയാലും ജാപ്പനീസ് ആയാലും ഈ ഭാഷകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ സാമൂഹിക അന്തസ്ത് കൈവരിച്ച് അറിവ് സൃഷ്ടിക്കാനും വിതരണം ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന ഭാഷകളാണ്. അതേസമയത്ത് ഇന്ത്യൻ ഭാഷകളുടെ ദുർബലം എന്ന് പറയുന്നത് നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ തഞ്ചാവൂർ പെരിയ ബൃഹദേശ്വർ പരിശോധിച്ച് കഴിഞ്ഞാൽ 1000 വർഷത്തിന് മുമ്പ് അത്രയ്ക്കും ബൃഹത്തായ ഒരു ക്ഷേത്രം ഉണ്ടാക്കി. അന്നുണ്ടായിരുന്ന വാസ്തുശില്പങ്ങളുടെ ഭാഷ തമിഴായിരുന്നു. അല്ലെങ്കിൽ താജ്മഹൽ ഉണ്ടാക്കിയ വാസ്തുശില്പം അന്നുണ്ടായിരുന്ന ഹിന്ദുസ്ഥാനിയായിരുന്നു. പക്ഷെ ഇന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഷകൾ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ സ്വാഭാവികവും അതിൻ്റെ പദവി താരതമ്യേന കുറവായിരിക്കും. സാമൂഹികമായി തീരുമാനിക്കുന്ന യഥാർത്ഥത്തിൽ ഉപയോഗമണ്ഡലങ്ങളും അതുപോലെ അനുസൃതി സൃഷ്ടിക്കണം, ജോലി കിട്ടുന്ന ഒരു സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഭാഷയെ കാണുന്ന സമയത്ത് അതിനകത്ത് പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആണധികാര സമൂഹത്തിനകത്ത് ഭാഷ പലപ്പോഴും ആൺകൊയ്മയെ, ആൺനോട്ടത്തെയൊക്കെ സ്വായത്തമാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ
അത് പറയുന്ന ആൾ പോലും അറിയണമെന്ന് നിർബന്ധമല്ല. നമ്മൾ പോലും അറിയാതെ ഭാഷയിൽ ഈ ആണധികാരം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കന്യക എന്നൊരു വാക്ക്, കന്യകയുടെ പുല്ലിംഗം എന്താണെന്ന് സാറ ടീച്ചർ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കന്യക എന്നൊരു വാക്ക്, അല്ലെങ്കിൽ ഭാര്യ എന്ന വാക്ക്, ഭർത്താവ് എന്ന വാക്ക്, ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ തന്നെ നമ്മൾ പോലും അറിയാതെ സാമൂഹ്യമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിഹിതമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷ ഒരിക്കലും അതിൻ്റെ അർത്ഥം മാത്രമായിട്ടല്ല, അർത്ഥിമം മാത്രമല്ല പ്രശ്നമാകുന്നത്, അല്ലെങ്കിൽ സെമാൻറ്റിക് മാത്രമല്ല പ്രശ്നമാകുന്നത്. ഓരോ പദങ്ങളും നിർമ്മിക്കുന്ന ഒരു സാമൂഹ്യ പദവി കൂടിയുണ്ട്. അപ്പം നമ്മൾ ഈ അടുത്തൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ സമാധി. അപ്പോൾ മരണം എന്നതിനെ കുറിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വാക്കുകളുണ്ട്. മരിച്ചു പോകുന്നു, അന്തരിക്കുന്നു, നിര്യാതനാവുന്നു, കാലം ചെയ്യുന്നു, അല്ലെങ്കിൽ സമാധി അടയുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഓരോ വാക്കും അർത്ഥപരമായിട്ടൊന്നായിരിക്കുമ്പോഴും സാമൂഹ്യ പദവിയിൽ അത് വ്യത്യസ്തമായിരിക്കുന്നു. വെറും ഒരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഈ കള്ളൻ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ ഒന്നായിട്ട് മോഷ്ടാവ് മാറുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം ഒരു പക്ഷെ ഓരോ പദങ്ങൾക്കും ഓരോരോ സാമൂഹ്യ പദവികളുണ്ട് എന്നുള്ളതാണ്. ഈ സാമൂഹ്യ പദവിയെ നിർണയിക്കുന്നത് എപ്പോഴും സമൂഹത്തിന്റെ അധികാരവും സമ്പത്തും മറ്റ് രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ബലാബലങ്ങളും ഒക്കെ ചേർന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സമൂഹത്തിന്റെ ആണധികാരം എന്ന് പറയുന്നത്. ബഷീർ മതിലുകളുടെ അവസാനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തിലെ മറ്റെല്ലാ വിഭജനങ്ങളും ലോകത്ത് നിന്ന് മാഞ്ഞു പോയാലും ആൺ പെൺ എന്ന് പറയുന്നതിനിടയിലുള്ള മതിലുകൾ സജീവമായിരിക്കുന്ന മതിലുകളുടെ അവസാനത്തിൽ ബഷീർ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്തത് സോണിയ ടീച്ചറോടാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന സാമൂഹ്യ അധികാരം, സാമൂഹ്യ പദവി, ഭാഷയുടെ സാമൂഹ്യ പദവി, ടീച്ചർ സ്ത്രീ ആത്മകഥയിലെ സ്ത്രീ വായനയെ കുറിച്ചൊക്കെ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആളാണ്. അവരതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചർ സംവദിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോണിയ ടീച്ചർ കൂടി. ഭാഷയുടെ സാമൂഹ്യ പദവിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മുടെ പരിചയ സീമയിലുള്ള, നമ്മുടെ ദൈനംദിന വിദ്യാഭ്യാസ ജീവിതത്തിലുള്ള ഭാഷയെക്കുറിച്ചൊക്കെ ഞാനൊന്ന് ആലോചിച്ചു നോക്കി. ഒന്ന്, നമ്മുടെ മാതൃഭാഷ തന്നെ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ആർട്സ് കോളേജിൽ മലയാളം അധ്യാപികയാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അക്കാദമീഷ്യൻ ഞങ്ങളുടെ കോളേജിൽ വന്ന സമയത്ത് എന്നെ പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മലയാളം. ഉടനെ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ കണ്ടാൽ വളരെ മോഡേൺ ആണല്ലോ എന്നാണ്. അപ്പോൾ മലയാള അധ്യാപികയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ മലയാളം അധ്യാപികയാണ് എന്ന് തോന്നുന്നില്ല എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ നിങ്ങളെ കണ്ടാൽ മോഡേൺ ആണെന്ന് തോന്നുന്നത് ഒരു അഭിനന്ദിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും അതിൻ്റെ ഭാഷയെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പം കേരളം മലയാളം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു രവിവർമ്മ ചിത്രമാണ് പലപ്പോഴും, മുല്ലപ്പൂ ചൂടിയ എന്നൊക്കെയുള്ള, അതേപോലെയുള്ള വസ്ത്രധാരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ വളരെ ആധുനികയായിരിക്കുന്നതല്ലോ എന്ന അദ്ദേഹത്തിൻ്റെ കമൻറ്റിൽ ഞാൻ തിരിച്ചറിയുന്നത്. ഇങ്ങനെ ഓരോ ഭാഷയ്ക്കും, ഇപ്പോൾ ആർട്സ് കോളേജിൽ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാവരും ബിരുദത്തിന് പഠിക്കുമ്പോൾ, ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുമ്പോൾ മലയാളം ലിറ്ററേച്ചറിനാണ് പഠിക്കുന്നത് എന്നൊരിക്കലും ആരും പറയുണ്ടാവില്ല. അത് ഇംഗ്ലീഷ് ആകുമ്പോൾ മാത്രമാണ് ലിറ്ററേച്ചർ ആകുന്നത്. നമ്മുടെ കേരളത്തിലൊരു തമാശ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ശരിക്കുള്ള അധ്യാപകനാണോ അല്ല അറബി അധ്യാപകനാണോ
എന്ന് എപ്പോഴും ഒരു തമാശയ്ക്ക് ആളുകൾ പറയാറുണ്ട്. അപ്പൊ അറബി അധ്യാപിക എന്നുള്ള ഒരു കാര്യത്തെ സമൂഹം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിനേക്കാൾ നൂറ്റാണ്ടുകൾ പഴക്കം അറബി ഭാഷയുമായി ഉണ്ട്. നമ്മുടെ ഭാഷയിലെ എത്രയോ പദങ്ങൾ അറബിക്ക്, ഉറുദു ഒക്കെ ഉണ്ട്. അപ്പോഴും അറബി ഭാഷയെ ഇങ്ങനെയാണ് കരുതുന്നത്. ഈ അടുത്ത് വലിയൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥ, ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവർക്ക് സംസ്കൃതം അറിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ അവരിരുന്ന് കഷ്ടപ്പെട്ട് ഏതോ ഒരു സ്വാമിയുടെ ഗീതാ പ്രഭാഷണം സംസ്കൃതത്തിൽ കേട്ട് അത് എഴുതിയെടുത്ത് വീണ്ടും വീണ്ടും ഉച്ചരിച്ച് അത് കാണാതെ പഠിക്കുകയാണ്. അവർക്ക് സംഭവിച്ച പരിണാമം മലയാളവും ഇംഗ്ലീഷും അറിയുന്ന റിട്ടയേർഡ് ഉദ്യോഗസ്ഥയ്ക്ക് സംസ്കൃത ഭാഷയോട്, അവർക്കൊന്നും മനസ്സിലാകാത്ത സംസ്കൃത ഭാഷയോട് വന്ന സ്നേഹത്തിന്റെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ ഹിന്ദി, മാതൃഭാഷയായ മലയാളം, അറബിക്ക്, ഇതിനൊക്കെ ലഭിക്കുന്ന സാമൂഹ്യ പദവികൾ എന്ന് പറയുന്നത് ഇക്കാര്യം സൂചിപ്പിക്കുന്നതിലൂടെ ഞാനത് പറയാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ മലയാളം ഇക്കാര്യത്തിലൊക്കെ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ നടക്കുന്ന ഒരിടമാണ്. ഭാഷയെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ അന്വേഷണങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ ഒക്കെ നടക്കുന്ന ഒരിടമാണ്. ഇപ്പോൾ സേതുരാമൻ, അതേപോലെ തന്നെ പവിത്രമാഷൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ അതൊക്കെ വളരെ ലോകോത്തരമായ സൈദ്ധാന്തിക സംഭാവനകളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. അമേരിക്കയിലെ ഭരണാധികാരി 2 ലിംഗഭേദങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ട്രാൻസ്ജെൻഡർ രാഷ്ട്രീയത്തെ കുറിച്ച് കേരളത്തിൽ, മലയാളത്തിൽ നടക്കുന്ന ചർച്ചകൾ എത്രമാത്രം മികച്ചതാണ്. നേരത്തെ സതീശേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഭാഷയിൽ നിലനിൽക്കുന്ന ആണധികാര പ്രവണതകളെ കുറിച്ച് മാൻമെയ്ഡ് ലാംഗ്വേജ് പോലെ തന്നെയുള്ള, അല്ലെങ്കിൽ അലൈൻ ഷോവാൾട്ടറോ വെർജീനിയ വൂൾഫൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള സൈദ്ധാന്തിക അന്വേഷണങ്ങൾ ഗീത ടീച്ചറോ ദേവിക ടീച്ചറോ അല്ലെങ്കിൽ ശാരദ കുട്ടിയൊക്കെ ധാരാളം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഭാഷയിൽ നിലനിൽക്കുന്ന കന്യകയുടെ പുല്ലിംഗം എന്ത് എന്ന സാറാ ജോസഫിന്റെ ചോദ്യത്തിൽ നിന്ന് ഭാഷയെ മുൻനിർത്തിയുള്ള വലിയൊരു കൊടുങ്കാറ്റ് തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ആദി മലയാള ഗവേഷകനാണ്. ആദി ട്രാൻസ്ജെൻഡർ രാഷ്ട്രീയത്തെ കുറിച്ച് നിരന്തരമായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ വളരെ ലോകോത്തരമായ കാര്യങ്ങൾ തന്നെയാണ്. അത് മലയാളത്തിലാകുന്നു എന്ന് മാത്രം. ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പല വാക്കുകളും നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് നീക്കേണ്ടതാണ് എന്ന തോന്നൽ നമുക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു? ദളിത് രാഷ്ട്രീയത്തെ കുറിച്ചിട്ടുള്ള അവബോധമാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പൊ വിധവ അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ എന്നല്ല, പകരം സർക്കാർ തന്നെ പറയുകയാണ് ജീവിത പങ്കാളി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. കാരണം ഭർത്താവ്, ഭാര്യ എന്ന വാക്കിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എന്താണ്, അതിൽ സ്ത്രീക്കുള്ള സാമൂഹ്യ പദവി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ വിനീത വിധേയ എന്നൊരു കത്തെഴുതി കഴിഞ്ഞ ശേഷം നമ്മളിനി അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അത് തിരിച്ചറിയുന്ന അധ്യാപകരുമുണ്ട്, അത് തിരിച്ചറിയാതെ കുട്ടികൾ പറയുന്ന കാര്യം വീഡിയോ ആക്കി വിടുന്ന അധ്യാപകരുമുണ്ട് എന്നുള്ളത് വേറെ കാര്യം. ഇങ്ങനെ ഭാഷയിൽ ഉണ്ടാകുന്ന ധാരാളം പരിവർത്തനങ്ങൾ അത് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. വിധവ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് അറിയാതെ ഒരു ഭരണാധികാരി പ്രയോഗിച്ചു പോയാൽ തീർച്ചയായും കേരളത്തിലെ മാധ്യമങ്ങൾ, നിയമസഭ, അതേപോലെ തന്നെ പൊതുസമൂഹം നിരന്തരമായി അത്തരം കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കും. അപ്പൊ പറയുന്ന ഓരോ വാക്കും അതിൻ്റെ സാമൂഹികമായ അർത്ഥം എന്ത് എന്നുള്ള അന്വേഷണത്തിൽ സദാ ജാഗരൂകമായിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. ഒരുപക്ഷെ മലയാളത്തിൽ, കേരളത്തിൽ നിരന്തരമായി
ഭാഷാ രംഗത്ത് ഇത്തരം ധാരാളം കാര്യങ്ങൾ കടന്നു വരുന്നു. മാർക്സിസം ആകട്ടെ, അതുപോലുള്ള പോസ്റ്റ് കൊളോണിയലിസ്റ്റ് ആയാലും പുതിയ സൈദ്ധാന്തിക അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ അത് കേരളത്തിലേക്ക്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും സാധാരണ മലയാളികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഷ നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ട്, വികസിപ്പിച്ചിട്ടുണ്ട്. AI സംബന്ധിച്ച കാര്യങ്ങൾ മലയാളത്തിൽ പറയാൻ പലരും ഇന്ന് മിടുക്കരായിട്ടുണ്ട്. കോവിഡ് കാലത്ത് നമുക്ക് മനസ്സിലായി ജനങ്ങളോട് മെഡിക്കൽ സയൻസിലെ കാര്യങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം, എന്നാൽ മാത്രമേ അവർക്കത് മനസ്സിലാകൂ. അതോടുകൂടി മെഡിക്കൽ സയൻസ് പറയാൻ പാകത്തിലുള്ള ഒരു ഭാഷയായി മലയാളം മാറി എന്നുള്ളത്. AI കുറിച്ച് പറയുന്നു, എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ യുക്തിഭാഷ പോലെ ഗണിതശാസ്ത്രത്തിലുള്ള ഒരു കൃതി ഉണ്ടായ ഒരു നാടാണ് കേരളം എന്ന് വീണ്ടും വീണ്ടും പൗത്രം മാഷ്ക്ക് തെരുവുകളിൽ പോയി, കോളേജുകളിൽ പോയി, സർവകലാശാലകളിൽ പോയി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനുദിനം വികസിക്കുകയും നമ്മളെ മോഡറേറ്റർ പറഞ്ഞതുപോലെ വിവേചനത്തെ പ്രശ്നവൽക്കരിക്കുക. അതാണ് ഇപ്പം നമ്മൾ തേർഡ് ജെൻഡർ എന്നുള്ള ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നു, അത് മലയാളം ചില വാക്ക് ഉപയോഗിച്ചിരുന്നു. പക്ഷെ രാഷ്ട്രീയമായ ശരിയെ കുറിച്ചുള്ള ബോധം അത് തിരുത്തുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെ പറയാൻ, എഴുതാൻ, ഇടപെടാൻ പാകത്തിൽ മലയാളം വളരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു വശത്ത് അത് അംഗീകരിക്കാത്ത ഒരു സമൂഹം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്. ചില ഭാഷകൾ മറ്റു ഭാഷകളെക്കാൾ മികവ് കാണിക്കുന്നതിന് കാരണം അതിൻ്റെ ഒരു സ്വാഭാവികമായ മേന്മയാണ് എന്നുള്ള ഒരു പൊതുവിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇംഗ്ലീഷ് കടന്നു വന്നത് ഇംഗ്ലീഷ് ലോകത്തിലെ മികച്ച ഭാഷയായതുകൊണ്ടാണോ, അല്ല നമ്മുടെ രാഷ്ട്രത്തിൽ അധിനിവേശം നടത്തിയത് ഇംഗ്ലീഷുകാരായതുകൊണ്ടാണോ എന്നുള്ളത് ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിലെ പലരും വിചാരിക്കുന്നത് ഇംഗ്ലീഷ് ലോകോത്തര ഭാഷയായതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇവിടെ വന്നത് എന്നാണ്. അപ്പോൾ ഈ മേന്മ സങ്കല്പത്തെക്കുറിച്ച് ചില ഭാഷകൾക്ക് സ്വാഭാവികമായി സ്വയം മേന്മയുണ്ട്, അതുകൊണ്ടാണ് അവർ അധികാരം നിലനിർത്തുന്നത്. ചില ഭാഷകൾ വളരെ മോശമാണ്. ഇപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ എന്നാണ് ഒരു മികച്ച ഭാഷയായത് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം. ഇംഗ്ലീഷിൽ ആദ്യമായി ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുള്ള ജോൺ വൈക്ലിഫിന് അദ്ദേഹത്തിൻ്റെ വിരലുകൾ പോലും ഛേദിക്കപ്പെട്ട അനുഭവമാണ് ഉണ്ടായത്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു മ്ലേച്ഛ ഭാഷയായിട്ടാണ് ആ കാലത്ത് കരുതിയിരുന്നത്. അപ്പോൾ ഈ മാറ്റത്തെ എന്തുകൊണ്ടാണ് ചില ഭാഷകൾ കേമമാകുന്നത്, ഭാഷയുടെ ഈ മികവിൻ്റെ അടിസ്ഥാനമായി തീരുന്ന യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒന്ന് പവിത്ര മാഷ് ഒന്ന് വിശദീകരിച്ചു. നമ്മളിപ്പോ സോണിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിംഗരാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ പറയും, ലിംഗപരമായ നീതി. ആ നീതി ഇല്ലായ്മ കാണിക്കുന്നതിന് നമ്മൾ സെക്സിസം, ആണത്ത അധികാര വ്യവസ്ഥ എന്ന് നിലക്ക് പറയും. സവർണാധികാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദളിതവാദം ഉന്നയിക്കാറുണ്ട്. അപ്പം അതൊക്കെ നീതിയുടെ ഒരു സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ നടന്ന ഭാഷാ പ്രവർത്തനങ്ങളുടെ, ഭാഷാ സമരങ്ങളുടെ, ഭാഷാ പ്രതിരോധങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ചില പദങ്ങൾ കൂടി, കാരണം ഒരു പദം ഒരു ലോകത്തിലേക്കുള്ളൊരു വാതിലാണ്. ഇപ്പൊ സ്വാതന്ത്ര്യം എന്നുള്ളൊരു പദം വന്നപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായത്. അതുവരെ തോന്നിയവാസം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ദുലേഖയിൽ തോന്നിയവാസമാണ്, തോന്നിയവാസമാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം. അപ്പൊ ആ പദത്തെ നമ്മൾ പോസിറ്റീവായി തിരിച്ചറിയുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ ഈ സമരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ചില പദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ലിംഗ്വിസിസം എന്നൊരു വാക്കുണ്ട്, മലയാളിക്ക് അറിഞ്ഞൂടാ പദം. നേരത്തെ പറഞ്ഞ ലിംഗപരമായ വിവേചനം പോലെ, ജാതിപരമായ വിവേചനം പോലെ, ഭാഷാപരമായ വിവേചനം ഇന്ന് മനുഷ്യാവകാശ വിരുദ്ധമായ ഒന്നായിട്ട് സങ്കല്പിക്കപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ലിംഗ്വിസിസം എന്ന വാക്ക്, ഭാഷാ വിവേചനം എന്നൊരു വാക്കുണ്ട്. അത് കേരളത്തിൽ ആരൊക്കെ അനുഭവിക്കുന്നു എന്നുള്ള ചോദ്യം.
ഒരു ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയത്തിൽ മലയാളം പറയാൻ കഴിയാതിരിക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നേർക്കുനേർബന്ധം പറയുകയല്ല, ഇപ്പൊ എന്തുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ ഇപ്പൊ അക്രമോത്സുകരാകുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു മാതൃഭാഷ പ്രയോഗിക്കാനും അതിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത കുട്ടികളാണോ അവരെന്ന് അന്വേഷിക്കേണ്ടത് നല്ലതാണ്. കാരണം പൊതുവിദ്യാലയങ്ങൾ കൂടി ഇംഗ്ലീഷ് മീഡിയം ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത അവർ ശരീരം കൊണ്ട് കാണിക്കുന്നതാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. മാത്രമല്ല, നമ്മൾ പറയാറുണ്ട് ഇപ്പൊ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു. എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ മാതൃഭാഷയെ കാണിക്കാതെ ഇംഗ്ലീഷാണ് നിന്റെ ഭാഷ എന്ന് തുടക്കം മുതൽ പഠിപ്പിച്ചിട്ട് ഇംഗ്ലീഷ് വേഷവിധാനങ്ങളോടുകൂടി പിന്നെ അയാളെ രൂപപ്പെടുത്തിയതിന് ശേഷം നിന്റെ മാതൃരാജ്യം പുറത്താണ്, നിന്റെ യഥാർത്ഥ സമൂഹം ജീവിക്കേണ്ട സമൂഹം പുറത്താണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം കുട്ടി എന്താ ചെയ്യേണ്ടത്? കുട്ടി തൻ്റെതല്ലാത്ത ഈ കേരള സമൂഹത്തിൽ ജീവിക്കണോ, തൻ്റെതാണ് എന്ന് നമ്മൾ ആദ്യം പഠിപ്പിച്ച മറ്റൊരു സമൂഹത്തിൽ പോയി ജീവിക്കണോ? ഇപ്പോൾ പെൺകുട്ടികളോട് ചെറുപ്പത്തിലെ പറയാറുണ്ടല്ലോ, നീ മറ്റൊരു വീട്ടിൽ താമസിക്കേണ്ടതാണ് എന്ന് ചെറുപ്പത്തിലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന പോലെ ഇപ്പൊ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പുറത്താണ് പോയി ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി പുറത്തു പോകുന്നു. പിന്നെ നമ്മൾ സർക്കാർ മന്ത്രിമാര്, രാഷ്ട്രീയ നേതാക്കന്മാര് ഒക്കെ തന്നെ കുട്ടികൾ പുറത്തു പോകുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നതിൽ എന്താ അർത്ഥമുള്ള? കുട്ടി നമ്മൾ പഠിപ്പിച്ചെടുത്തേക്ക് കുട്ടി എത്തിയ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ തൊട്ട് തുടങ്ങുന്നുണ്ട് നമ്മുടെ ഭാഷാപരമായ വിവേചനം എന്ന് പറയുന്ന ഒരു കാര്യം. അടിസ്ഥാനപരമായി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ് ഭാഷാപരമായ അന്യവൽക്കരണം. ഇപ്പൊ നമ്മുടെ CBSE ICSE വിദ്യാലയങ്ങളിൽ, പൊതുവിദ്യാലയങ്ങളിൽ ഒരു വലിയ പരിധിയിൽ പോലും ഭാഷാപരമായ അന്യവൽക്കരണത്തിന് കുട്ടി വിധേയമാകുന്നുണ്ട്. നമ്മൾ മറ്റു പല അന്യവൽക്കരണത്തെ കുറിച്ച് പറയും. സ്വന്തം ആത്മാവിഷ്കാരം നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കുട്ടി വളരുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്നതാണ് പണ്ട് അന്യവൽക്കരണത്തെ നമ്മൾ അസ്തിത്വവാദമായിട്ട് ബന്ധിപ്പിച്ചിട്ടൊക്കെ പറയാറ്. ഇപ്പോൾ സ്വന്തം ഭാഷ പ്രയോഗിക്കാൻ കഴിയാതെ വളരുന്ന കുട്ടി ഭാഷാപരമായ അന്യവൽക്കരണത്തിനാണ് വിധേയമാകുന്നത്. ആ കുട്ടി സ്വന്തം നാട്ടിൽ അന്യനായിത്തീരുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്യം, അന്യഭാഷാ മാധ്യമത്തിൽ പഠിക്കുന്ന കുട്ടി സ്വന്തം നാട്ടിൽ പ്രവാസിയാണെന്നാണ്. അതിപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് ഇപ്പം അത്യാവശ്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഭാഷാപരമായ അന്യവൽക്കരണം, അതിന്റെ ഭാഗമായിട്ട് കുട്ടി അനുഭവിക്കുന്ന ഭാഷാപരമായ അവഹേളനം, മറ്റൊരു വാക്കത്, ആ വാക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതല്ല. ഭാഷാപരമായ അവഹേളനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും കോളേജ് യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങളുടെ +2 ക്ലാസ്സിൽ ഞങ്ങൾ മലയാള മാധ്യമത്തിൽ എഴുതിയത് കൊണ്ട് ഞങ്ങളുടെ മാർക്ക് കുറച്ചു എന്നാണ്. ഇതൊക്കെ എത്ര വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ നിലയിലുള്ള പദവി എന്ന് പറയുന്ന ക്ലാസ് മുറിയിലെ പദവി ഉണ്ടോ, സമൂഹത്തിലെ പദവിയുണ്ട്. ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഒരു ചർച്ച നടന്നല്ലോ, കോഴിക്കോട്ടെ തെരുവുകളിൽ കച്ചവട സ്ഥാപനങ്ങളുടെ ഒക്കെ ബോർഡുകളിൽ എത്ര മലയാളമുണ്ട് അല്ലേ? അതൊരു നല്ല കേരളത്തിലെ ഏറ്റവും സർക്കുലേഷനുള്ള പത്രം ഏറ്റെടുത്തുകൊണ്ട് കുറച്ച് പേര് അറിഞ്ഞു. ഞാനൊരു കാര്യം പറയാം, ഒരു 10-15 കൊല്ലം മുമ്പ് ഞങ്ങൾ തെരുവിലൂടെ നടന്നിരുന്നു. ബോർഡുകൾ മലയാളത്തിൽ കൂടി, ഇംഗ്ലീഷിൽ എഴുതിക്കൊള്ളു, മലയാളത്തിൽ കൂടി എഴുതുക എന്ന് പറഞ്ഞിട്ട്. പണ്ട് റാമനോഹർ ലോഹി അങ്ങനെ ചെയ്തിരുന്നു. സത്യേന്ദ്രനാഥ ബോസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, അത് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഭാഷാപരമായ സാമൂഹ്യ പദവി എന്ന് പറയുമ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ കുട്ടിക്ക് സാമൂഹ്യത ആർജിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. നിങ്ങൾ സ്വന്തം ഭാഷ നഷ്ടപ്പെട്ടാൽ കുട്ടിയുടെ സാമൂഹ്യ ജീവിതം നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ വിറ്റ്നസ്റ്റൈൻ പറഞ്ഞ പോലെ എൻ്റെ ഭാഷയുടെ പരിധിയാണ് എൻ്റെ ലോകത്തിന്റെ പരിധി, അല്ലെങ്കിൽ ലോകസങ്കല്പനത്തിന്റെ പരിധി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് വിനിമയം ചെയ്യാൻ നാട്ടുഭാഷ ഇല്ലെങ്കിൽ, സ്വന്തം ഭാഷ ഇല്ലെങ്കിൽ, അവിടുന്ന് അന്യയാക്കിയിട്ടാണ് ആ കുട്ടിയെ വളർത്തുന്നതെങ്കിൽ ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്നത് എന്തോ അതാണ് സാമൂഹ്യത. അതുകൊണ്ട് ഭാഷയുടെ സാമൂഹ്യ പദവി എന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ളതിന്റെ പദവി മാത്രമല്ല, കുട്ടിക്ക് സ്വന്തം ഭാഷ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്ന സമൂഹത്തിന്റെ പദവി കൂടിയാണ്. ആ സാമൂഹ്യതയുടെ ഭാഷ കൂടിയായിട്ട് മാതൃഭാഷയെ കാണണം. സമൂഹം എന്ന രീതിയിൽ മലയാളി തിരിച്ചറിയുമ്പോൾ, അതായത് ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് ഞങ്ങളൊരു സമൂഹമാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിലാണ് നമ്മൾ മാതൃഭാഷയെക്കുറിച്ച് ആദ്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മാതൃഭാഷ എന്താണ് എന്ന നിർവചനം ദാന്തയാണ് ആദ്യം വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ എന്നുള്ള വള്ളത്തോളിന്റെ കവിത പറയും. അതിൽ പറഞ്ഞത് നേരെ വിരുദ്ധമായിട്ടാണ് ദാന്തെ പറഞ്ഞത്. ദാന്തെ പറഞ്ഞത് ഏതൊരു ഭാഷയിലാണ് ആയമാർ നമ്മളോട് സംസാരിക്കുന്നത് അതാണ് മാതൃഭാഷ എന്നാണ്. കാരണം നമ്മളിപ്പോൾ അച്ഛനമ്മമാർ കുട്ടികളോട് സംസാരിക്കുന്നില്ല സ്വന്തം ഭാഷ, പക്ഷെ ആ കുട്ടിയെ വളർത്താൻ ഏൽപ്പിക്കുന്ന ആയ സംസാരിക്കുന്ന മാതൃഭാഷയാണ് അല്ലേ? അതുകൊണ്ട് കേരളത്തിൽ ബംഗാളികൾ വരുമ്പോൾ ബംഗാളികളുടെ കുട്ടികൾ മലയാളം സംസാരിക്കുന്നു, മലയാളത്തിൽ പഠിക്കുന്നു, മലയാളത്തിൽ A+ മുഴുവൻ നേടുന്നു ബംഗാളികളുടെ കുട്ടികൾ. മലയാളി കുട്ടി മലയാളമേ അറിയാതിരിക്കുന്നു. അപ്പൊ ആരാ മലയാളി? മലയാളി ഞാൻ പറയും ബംഗാളിയാണ്. മലയാളി ബംഗാളിയായി മാറി, ബംഗാളി മലയാളി. ഇതാണ് കേരളം. അതുകൊണ്ട് ഭാഷ ജനിതക സങ്കല്പമല്ല, രക്തത്തിലൂടെ വരുന്നതല്ല, സമൂഹത്തിലൂടെ ആർജിച്ചെടുക്കുന്നതാണെങ്കിൽ കേരളം നാളെ ബംഗാളികളിലൂടെ ആയിരിക്കും കേരളം
അതിജീവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. മലയാളം അതിജീവിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ തന്നെ വിദേശത്തേക്ക് പൂർണ്ണമായി കുടിയേറാനാണ് സാധ്യത. സ്വദേശം കാണുന്നതിനായി കുട്ടി പോകുന്നു, പിന്നെ കുട്ടി ഭാര്യയും കൂട്ടി പോകുന്നു, പിന്നെ കുടുംബത്തോട് കൂട്ടി പോകുന്നു, വീടുകളൊക്കെ അടച്ചിടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. ഞാൻ പറഞ്ഞത് അവരുടെ ഭാഷയുടെ പ്രശ്നം കേവലം ഒരു ഭാഷാശാസ്ത്രജ്ഞന്റെയോ ഭാഷാധ്യാപകന്റെയോ പ്രശ്നമല്ല, സാമൂഹികതയുടെ കാര്യമാണ്. അതുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിൽ മാതൃഭാഷയെക്കുറിച്ചുള്ള ആദ്യത്തെ സൈദ്ധാന്തിക ആലോചനകൾ വരുമ്പോൾ റവറൻഡ് ജോർജ് മാത്തൻ ഭാഷയ്ക്ക് 2 അർത്ഥങ്ങളുണ്ടെന്നും, ഒന്ന് പദാർത്ഥമാണ്, മറ്റത് ഭാവാർത്ഥമാണെന്നും, ഭാവാർത്ഥം കൂടി വരുമ്പോഴാണ് അതിൽ സാമൂഹ്യത വരുന്നത്, അനുഭൂതി വരുന്നത് എന്നും. ഇപ്പോൾ മാർക്കോസ് പറയാനുള്ള ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ടാമറിൻഡ് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, പുളിയാണെന്ന് മനസ്സിലായി. പക്ഷെ വാളം പുളി എന്ന് 10 വട്ടം പറയുമ്പോൾ നിങ്ങളുടെ നാവിൽ വെള്ളം പോകും. ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ വ്യത്യാസം നിങ്ങളുടെ അനുഭൂതിയെ സാമൂഹ്യവൽക്കരിക്കുകയും സാമൂഹ്യവൽക്കരിച്ചതിനെ അനുഭൂതിയാക്കി മാറ്റുന്ന ആ അന്യത്വം ഇല്ലാത്ത മട്ടിലുള്ള ഒരു സമൂഹം വളരുമ്പോഴാണ് ആ സമൂഹത്തിനെ സേതുരാമനെ ഉന്നയിക്കുന്നത് പോലെ ഉൽപാദന സമൂഹമായി മാറാൻ കഴിയുക. കേവലം ഉപഭോഗ സമൂഹമാകുന്നതിന് പകരം കേരളം ഉൽപാദന സമൂഹമാകണമെങ്കിൽ തിളനില എന്ന വാക്ക് അത് തന്നെയാണ് ബോയിലിംഗ് പോയിന്റ് എന്നും, എൻ്റെ അടുക്കളയിലുള്ളത് ഒരു ലബോറട്ടറി ആണെന്നും, അവിടെ നിന്നുള്ള അമ്മ നടത്തുന്ന ഈ പ്രക്രിയ, അല്ല അച്ഛൻ നടത്തുന്ന ഈ പ്രക്രിയ, കുടുംബാംഗങ്ങൾ നടത്തുന്ന ഈ പ്രക്രിയ ഒരു ലബോറട്ടറി പ്രക്രിയയാണെന്നും അതിൽ നിന്നാണ് സയൻസ് രൂപപ്പെടേണ്ടതെന്നും കുട്ടി മനസ്സിലാക്കുമ്പോഴാണ് തദ്ദേശശാസ്ത്രം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, സ്വന്തം പരിസരങ്ങളിൽ നിന്ന് കുട്ടി ഒരു ശാസ്ത്രബോധത്തിലേക്ക് എത്തുന്നത്. മറ്റത് കുറെ പുറത്തു നിന്നുള്ള കുറെ അറിവുകൾ കൊണ്ടുവരുന്നതെന്ന് മാത്രമേ തീരൂ. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ മര്യാദക്കൊരു തെങ്ങ് കയറ്റ യന്ത്രം പോലും ഇല്ലാത്ത എന്താന്ന് ചോദിച്ചാൽ, ബാക്കി എല്ലാ യന്ത്രങ്ങളും യൂറോപ്യന്മാർ കണ്ടുപിടിച്ചു, അവിടെ തെങ്ങില്ലാത്തത് കൊണ്ട് അവരെ കണ്ടുപിടിച്ചില്ല, നമ്മളും കണ്ടുപിടിച്ചില്ല. അപ്പൊ നമ്മള് സ്വന്തം നാട്ടിലെ സങ്കല്പനങ്ങൾക്കനുസരിച്ചിട്ട് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് കുട്ടിയെ വളർത്താത്തതുകൊണ്ട് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്ക് കേരളത്തിൽ ഒരു സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവരെ കൊടുത്ത സംഭാവനകൾ മുഴുവൻ പുറത്താണ്. അവർക്ക് പുറത്ത് പ്ലേസ്മെന്റ് കിട്ടും, നമ്മൾ ആഘോഷിക്കും. അവിടെ ഒരു പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു പ്ലേസ്മെന്റാണ്, നമ്മുടെ നാടിന്റെ ഒരു പുരോഗതിയാണ്. സേതുരാമൻ മലയാളത്തിന്റെ ഭാവി എന്ന പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യം അതാണ്. ഉന്നത വിദ്യാഭ്യാസം മാതൃഭാഷയിലാകുമ്പോൾ മാത്രമേ അവസാനത്തെ ആൾ കൂടി ഉൽപാദന പ്രക്രിയയിലേക്ക് വരികയും അവസാനത്തെ ആൾ കൂടി സാമ്പത്തിക പ്രക്രിയയിലേക്ക് വരികയും ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് സമഗ്രമായ ഒരു വികസനം സാധ്യമാവുക. അതുകൊണ്ട് കേരള മോഡൽ എന്നുള്ള ചർച്ചയിൽ ഇനി ഭാഷയും കൂടി ഒരു ചർച്ചയാവണം. കാരണം കേരളത്തിലെ ആളുകളുടെ മനസ്സിനെയും കൂടി രൂപീകരിക്കുന്നുണ്ട്, ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കൂടി രൂപീകരിക്കുന്നത്. കേരളത്തിന് വേണ്ട ഒരു മനസ്സിനെ കൂടി രൂപീകരിക്കണമെങ്കിൽ അത് കേരള സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു മനസ്സിന്റെ രൂപീകരണമായിരിക്കണം. കേരളത്തിലെ സാമൂഹികതയെ സ്വാംശീകരിച്ച കുട്ടികളുടെ മനസ്സായിരിക്കണം. അത് അന്യഭാഷാ മാധ്യമത്തിൽ കേരളത്തിന് സാമൂഹികതയെ സ്വാംശീകരിച്ച മനസ്സിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. സ്വാഭാവികമായിട്ട് അവർ വിദേശത്ത് പോയി വിദേശ സ്ഥാപനങ്ങളെ സേവിക്കുന്ന ആളുകളാവും. കുറെ കഴിയുമ്പോൾ നമ്മൾ പറയും, എന്തിനാ കേരളത്തിലെ കൊച്ചിയും MGയും കാലിക്കറ്റ് സർവകലാശാല വിദേശ സർവകലാശാല വന്നപ്പോൾ ഇപ്പോഴല്ലേ ചർച്ച അവിടെ എത്തി. ഓക്കെ, എവിടെ വരെ എത്തി എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞത് കാലിക്കറ്റ് സർവകലാശാല കേരളത്തിന്റെ ഇവിടെയുള്ള പരിസരത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ എന്തായി? ഇപ്പൊ പരിസരം നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു കുട്ടി വളരുന്നത് അവരുടെ പരിസരത്തേ അല്ല, അതിന്റെ ആവശ്യമില്ല. പരിസരം കാണരുത്, കേൾക്കരുത്, പറയരുത്. പണ്ട് ജാതിയെ കുറിച്ച് പറഞ്ഞ പോലെ എന്ന മട്ടിലായിട്ട് അവസാനം വിദേശ സർവകലാശാല വന്നാൽ മതി, ഇനി കിൻഡർ ഗാർട്ടൻ വരെ വിദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുള്ള അവസ്ഥ വരും. അതുകൊണ്ട് ഭാഷയുടെ സാമൂഹ്യ പദവി എന്ന് പറയുമ്പോൾ ഒരു കേവലം ഒരു സാധനം അല്ല, അത് സമൂഹ നിർമ്മിതിയുടെ ഒരു കാര്യമാണ്. സാഹിത്യോത്സവമായതുകൊണ്ട് ഒരു വരി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. എപ്പോൾ വരേക്കുമിൽ ഏവർതൻ ഭാഷയ്ക്ക് കെൽപ്പും പരപ്പും നടപ്പുമൊന്നും അപ്പോൾ വരേക്കവരാവതില്ലാത്തവർ അപ്രഫുല്ലാശയർ അപ്രശസ്തർ. വെള്ളത്തോളിന്റെ പ്രസിദ്ധമായ വരിയാണ്. എപ്പോൾ വരേക്കുമില്ല, ആർക്കാണോ എപ്പോൾ വരെയാണോ, എപ്പോൾ വരേക്കുമിൽ ഏവർതൻ ഭാഷയ്ക്ക് കെൽപ്പ്, ശക്തി, നടപ്പ്, പരപ്പ്, അതായത് വൈജ്ഞാനിക മേഖലയിൽ ഉൾപ്പെടെ ഭരണമേഖലയിൽ ഉൾപ്പെടെ ഉള്ള സമ്പൂർണമായ വികാസം ഏതൊരു ഭാഷയിൽ ഇല്ലാതിരിക്കുന്നോ അപ്പോൾ വരെ അവരാവതില്ലാത്തവർ, അവർക്ക് യാതൊരു ശേഷിയും ഉണ്ടാകുകയില്ല. അപ്രഫുല്ലാശയർ, അവരുടെ മനസ്സ് വികസിക്കുകയില്ല. അപ്രശസ്തർ, അവർ ലോകത്തിൽ അറിയപ്പെടുകയില്ല. അതുകൊണ്ട് സാഹിത്യോത്സവത്തിന് മലയാളം ലോകത്തിലേക്ക് അറിയിക്കുക എന്നുള്ളത് കൂടി ഒരു ലക്ഷ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സെഷൻ ഉചിതമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. നമ്മളുടെ സമയം ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. സേതുരാമൻ സാറിനോട് ഒരു കാര്യം കൂടിയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ വിഖ്യാതനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഫുട്ബോളർ ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ ആരാധകരെ അഭിസംബോധന ചെയ്യുന്നത് കാറ്റലൻ ഭാഷയിലാണ്.
സ്പാനിഷിൻ്റെ ഒരു ഉപഭാഷയായിട്ടുള്ള കാറ്റലനിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഫുട്ബോളർക്ക് പോലും സംസാരിക്കാനുള്ള ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റർ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷയിൽ സാധാരണക്കാരായ ആളുകളോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. എന്താണ് നമ്മുടെ ഇന്ത്യക്കാരുടെയും വിദേശികളുടെ യൂറോപ്യന്മാരുടെയും ഭാഷാ സമീപനത്തിലുള്ള വ്യത്യാസം? മലയാളിയുടെ ജനിതകം കൂടി എഴുതിയ ആളായതുകൊണ്ട് തീർച്ചയായിട്ടും സേതുരാം സാർ അത് ഇനി മലയാളിയുടെ എന്തോ ഒരു പ്രത്യേക പ്രശ്നമാണോ ഇത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് നമ്മുടെ ഓഡിയൻസിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ സമയം ഏകദേശം തീരാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എല്ലാം കേന്ദ്രീകൃത നയമാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അതേസമയത്ത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ വികേന്ദ്രീകൃതമാണ്. ഒരു ഭാഷ ഏത് ഭാഷ സംസാരിക്കണം ഭരണം നടത്തുന്നത് തീരുമാനിക്കുന്നത് അവിടുത്തെ അടിത്തട്ടിലുള്ള ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ബാർസിലോണ എന്ന ഒരു നഗരത്തിൻ്റെ പ്രതിച്ഛായയും കാറ്റലോണിയ എന്ന് പറയുന്നത് അവരുടെ സ്വത്വത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ബാർസിലോണ ഫുട്ബോൾ ടീമിൻ്റെ മുദ്രാവാക്യങ്ങൾ കാറ്റലൻ ഭാഷയിലും പ്രസ് കോൺഫറൻസ് നടത്തുന്ന സമയത്ത് കാറ്റലൻ ഭാഷയിലാണ് മെസ്സി സംസാരിക്കുന്നത്. സ്പാനിഷ് സംസാരിക്കുന്ന മെസ്സി. അതേസമയത്ത് അവിടെ സ്കൂൾ പരിശോധിച്ച് നോക്കിയാലും അവിടെ നോക്കുന്ന സമയത്ത് അവരുടെ ഏത് ഭാഷയാണ് അവരുടെ ഉപഭോക്താക്കളുടെ ഭാഷ അതാണ് അവർ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ UPSC പോയി IAS IPS ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്ന സ്പോക്കൺ ലാംഗ്വേജാണ്. അതായത് വെദർ ഐ കൻ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെൽ എന്ന ഭാഷ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇൻ്റർവ്യൂ നടന്നത്. പക്ഷേ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഞാൻ സേവനം ചെയ്യാൻ പോകുന്നത് സാധാരണ പൗരന്മാരുടെ ഭാഷയിലായിരിക്കും എൻ്റെ പ്രാവീണ്യം പരിശോധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഉപഭോക്താക്കളുടെ ഭാഷയിലാണ് പരിശോധിക്കേണ്ടത്. ഒരു SBI ബാങ്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവന് പോയിട്ട് സേവനം ചെയ്യാൻ പോകുന്ന ഉപഭോക്താക്കൾ സാധാരണ മലയാളം സംസാരിക്കുന്ന ഉപഭോക്താക്കളാണ്. എന്നാൽ നിങ്ങൾ SBI ബാങ്ക് ടെസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ റിട്ടൺ ടെസ്റ്റ് ആയാലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പരിശോധിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അല്ലെങ്കിൽ UPSC പോകുന്ന സമയത്ത് ഞാൻ കേരളത്തിലെ സേവനം ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ പരിശോധിക്കുന്നത് ഇംഗ്ലീഷിലെ പ്രാവീണ്യം എന്നാണ് പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്നെ പരിശോധിക്കുന്നത് മലയാളത്തിലെ പരിശോധിക്കേണ്ടത്. കാരണം അത് കേന്ദ്രീകൃതമായി ആയിരിക്കുന്നു. അതുകൊണ്ടാണ് UGC ആണ് തീരുമാനിക്കുന്നത് ഏത് ഭാഷയിലും മാധ്യമങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. അതേസമയത്ത് ഈ കാറ്റലോണിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ തീരുമാനിക്കുന്നത് UGCയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബോർഡല്ല തീരുമാനിക്കുന്നത്. അവിടെ ആ കോളേജിലെ ക്ലാസ്സിലുള്ള കുട്ടികളും അധ്യാപകനാണ് തീരുമാനിക്കുന്നത് ഏത് ഭാഷയിലാണ് ക്ലാസ് നടത്തണം, ഏത് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം തീരുമാനിക്കുന്നത് ആ ജനങ്ങളാണ്. അവിടെ അറിവ് പോകാനുള്ള യുക്തി ഉണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം യൂറോപ്യൻ രാഷ്ട്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് നോക്കി കഴിഞ്ഞാൽ ഭാഷപരമായ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഉദാഹരണം നാർവേ പരിശോധിച്ച് കഴിഞ്ഞാൽ നാർവേയിൽ 2 ഭാഷ ഉണ്ട്. ഒന്ന് റിട്ടൺ ആയിട്ട് സ്പോക്കൺ ആയിട്ട്. 2 ഭാഷയിൽ നിങ്ങൾ ഔദ്യോഗിക ഭാഷയാണ്, ഏത് ഭാഷയിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്വീഡനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും മൈനോറിറ്റി ഭാഷയിൽ പോലും നിങ്ങൾ സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ തന്നെ അമേരിക്കയിലെ ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷ് അംഗീകരിക്കപ്പെട്ടില്ല. അന്ന് ബിൽ ക്ലിൻ്റനുള്ള സമയത്ത് അമേരിക്കൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഡിക്ലെയർ ചെയ്യാനായിട്ട് ശ്രമിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു പറ്റത്തില്ലെന്ന്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളം അറിയുന്ന ആൾ പോയിട്ട് അവിടെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ പെട്ട് കഴിഞ്ഞാൽ അവിടെ കോടതി പോകുന്ന സമയത്തിന് മലയാളം അറിയുന്നത് മാത്രമാണെങ്കിൽ അവിടെ വിധിന്യായം നിങ്ങൾ പകർപ്പ് കിട്ടേണ്ടത് മലയാളത്തിലാണ്. അവിടെ ന്യൂയോർക്ക് പോലീസ് നിങ്ങൾ സംസാരിക്കുന്നത് മലയാളത്തിലാണ്. നമുക്ക് അറിയുന്ന വ്യവസ്ഥയുണ്ട്. കാരണം അവർ നോക്കുന്നത് പൗരന്റെ ഭാഷയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേന്ദ്രീകൃത നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അത് എന്ന് മാറുന്നുണ്ടോ അതായിരിക്കും നമ്മുടെ സാമൂഹിക പദ്ധതി മാറുന്നത്. പിന്നെ ഭാഷയുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു മെയിൻ ഉണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടേക്ക് തുറന്ന സമൂഹം ഉണ്ടോ അവിടേക്ക് ആ ഭാഷകൾ വികസിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ 10 ലക്ഷം വാക്കുകളുണ്ട്. പക്ഷേ നമ്മുടെ മലയാളത്തിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഭാഷയിൽ ഇന്ത്യൻ ഭാഷയിൽ 2 ലക്ഷത്തിൽ കൂടുതൽ വാക്കുകളൊന്നുമില്ല. ഇംഗ്ലീഷ് എടുത്ത് നോക്കി ഏത് ഭാഷയും സ്വീകരിക്കാൻ തയ്യാറാണ്. അവിടെ ലിപി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ലിപി ഇംഗ്ലീഷുകാർ ഉണ്ടാക്കിയ ലിപിയല്ല, റോമാക്കാരുടെ ലിപിയായിരുന്നു, ലത്തീൻ ഭാഷയിൽ ലിപിയായിരുന്നു. അപ്പോൾ ഏത് ഭാഷയും ഏത് ലിപിയും സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നു. അങ്ങനെ ഒരു ഭാഷയെക്കുറിച്ചുള്ള ആശങ്കകളൊന്നുമില്ല. ഈ ഭാഷയെക്കുറിച്ചുള്ള ആശങ്കകളും അരക്ഷിതാവസ്ഥയും നമ്മൾ കാണുന്നത് ഇതുപോലെ ഇന്ത്യയിലും അറബ് രാഷ്ട്രങ്ങളും. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഷയെ റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, കൂടുതലായിട്ട് ഉദാരമായി ഞാൻ സ്വീകരിക്കുന്നില്ല, കേന്ദ്രീകൃത ഞാൻ സ്വീകരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ചുരുക്കുകയാണ്, വേറെ മാർഗമൊന്നുമില്ല. ഇത് വളരെ നേരത്തെ പറഞ്ഞല്ലോ, വിശാലമായ സബ്ജക്റ്റാണ്, നമുക്ക് പല രീതിയിൽ ഇതിനെ സമീപിക്കാം.
ഏതായാലും ഇനി ഓഡിയൻസിനുള്ള അവസരമാണ്. ഈ പാനലിസ്റ്റുകളോട് നിങ്ങളുടെ ചോദ്യം ചോദിക്കാവുന്നതാണ്. ചോദ്യം ഇതാണ്, മാഷ് നമ്മൾ അറിയണം, ഒരു ഭാഷ, ഒരു നേതാവ് ഈ ഇപ്പോഴത്തെ ഭരണകൂടം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിവിടെ ഭാഷയെ കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുന്നത് വളരെ ആരോഗ്യകരമായ കാര്യം. ഇന്ത്യൻ ഭാഷയിൽ തന്നെ പേർഷ്യൻ ഭാഷ കടന്നു പോകുന്നു. ഷാ എന്നുള്ള ഭാഷയ്ക്ക് പേർഷ്യൻ ഭാഷ. അതുപോലെ തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷയ്ക്ക് ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ട്. ഇത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളത് ആണ് മനസ്സിലാക്കുന്നത്. ഇതാണ് എന്റെ ചോദ്യം. ആരാണ് മറുപടി? ആരോടാണ് ഈ ചോദ്യം? ഞാൻ പവിത്ര ഭാഷയോട് പവിത്ര ഭാഷയാണല്ലോ ഭാഷയുടെ ഒരു നൈതികത. ഈ മതപൗരത്വവും ഭാഷാ പൗരത്വവും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു മതത്തിലെ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മതത്തിൽ പൗരത്വം ഇല്ല. പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഖസാക്കിൽ ഒരേ സമയം പോതിയെയും ഷെയ്ഖിനെയും ആരാധിക്കാൻ ഞാൻ സോക്കോട്ട് മതങ്ങളുടെ കാര്യം പറയുന്നത്. ഭാഷ അങ്ങനെയല്ല. ഭാഷയിൽ നിങ്ങൾക്ക് നിരവധി പൗരത്വമുണ്ട്. ഞാനിപ്പോൾ കേരളം വിട്ടാൽ, രാമനെ ആരെങ്കിലും കേരളം വിട്ടാൽ അവിടെ പോയി സംസാരിക്കുമ്പോൾ, വേറൊരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്വം ആ ഭാഷയുടെ സ്വത്വമാണ്. ഞാൻ ഒരേ സമയം എൻ്റെ ആദ്യത്തെ പൗരത്വം മലയാളത്തിലാണെങ്കിൽ രണ്ടാമത്തെ പൗരത്വം ഇംഗ്ലീഷിലാണ്, മൂന്നാമത്തെ പൗരത്വം ഹിന്ദിയിലാണ്. അതുകൊണ്ട് ഭാഷയിലാണ് ആകെ ജനാധിപത്യപരമായ പൗരത്വം വാഴുന്ന ഒരേ ഒരു ഇടം ഭാഷയാണ്. മാത്രമല്ല, എനിക്ക് വേണമെങ്കിൽ കൈയൊഴിഞ്ഞു പോകാൻ സാധിക്കും. അതിലാരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരു ഗർഭാപസി ഇല്ല എൻ്റെ അത്. അപ്പോൾ ഭാഷയുടെ ഈ ബഹുത്വത്തിന്റെ ആഘോഷമാണ് സത്യത്തിൽ ഭാഷാ ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ കേരളത്തിലൊരു ഉദ്യോഗസ്ഥനായിട്ട് എനിക്ക് എൻ്റെ സമൂഹത്തെ സേവിക്കണമെങ്കിൽ അവരുടെ ഭാഷ അറിയിക്കണം. ഇത്രയും നമ്മൾ പറയുന്നത്. ഇപ്പോൾ IAS IPS കേരളത്തിൽ വന്നിട്ട് അവർ മലയാളം പഠിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. കേരളത്തിലാണെങ്കിൽ പഠിക്കാതിരിക്കും, അതാ രസം. അപ്പോൾ ഭാഷയെ സംബന്ധിച്ച് ഒരു മൗലികവാദവും ഇല്ല. ഭാഷയിലാണ് സ്വത്വത്തിന്റെ ബഹളത്തിന്റെ ആഘോഷം. ആ നിലയിൽ ഭാഷയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഭാഷ നിങ്ങൾ പഠിക്കുന്നോ അത്രയും മികവാണെന്ന് മനസ്സിലാക്കണം. അതിൽ കേരളമാണ് സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഏറ്റവും ഇന്ത്യയിൽ പോലും മികവുള്ളത്. ത്രിഭാഷാ പദ്ധതി 1961 പ്രഖ്യാപിച്ചാണെങ്കിൽ കൃത്യമായി നടപ്പിലാക്കുന്നത് കേരളം മാത്രമാണ്. നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, മൂന്നാമത്തെ ഭാഷ ഹിന്ദി. ഇനി ആരും കൂടുതലും പഠിക്കാം, അറബി പഠിക്കാം, സംസ്കൃതം പഠിക്കാം, സൊറിയക്ക് പഠിക്കാം, പലതും പഠിക്കാം. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മാതൃഭാഷയുടെ ചെലവിലാണ് ഇത് നടത്തുന്നതെന്നുള്ളത് നമ്മുടെ ആകെ ഒരു പരിദേവനം. അതായത് മലയാളത്തോട് കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത്, മലയാളത്തെ കുറച്ചുകൊണ്ടല്ല. മലയാളത്തെ കുറക്കുമ്പോഴാണ് സാമൂഹികത നഷ്ടപ്പെടുന്നത്. സാമൂഹികതയിൽ ഉറപ്പിച്ചതിന് ശേഷം മറ്റൊന്നും നിങ്ങൾ ലോകത്തിൽ എവിടെ പോകുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. BA വരെ നമ്മളെല്ലാം തന്നെ BA വരെ പഠിച്ച ഏറ്റവും കൂടുതൽ പഠിച്ച ഭാഷ ഇംഗ്ലീഷ് അല്ലേ. മലയാളം പഠിക്കേണ്ടതിൽ ഇംഗ്ലീഷ് നിർബന്ധമായി പഠിക്കണം എന്ന് പറയുന്നതിന് അകത്ത് ആർക്കും ഒരു കുഴപ്പവും മനസ്സിലാക്കിയിരുന്നു. നേരത്തെ സൂര്യന്റെയും ചന്ദ്രന്റെയും കഥ പറഞ്ഞ പോലെയാണ്. മലയാളം പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇംഗ്ലീഷ് BA വരെ സെക്കൻഡ് ലാംഗ്വേജ് വരെ പഠിക്കുന്നതിന് ആരും കേരളത്തിനെതിരല്ല കേട്ടോ. പക്ഷെ മലയാളം പഠിക്കണം എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. അപ്പോഴാണ് പൗരാവകാശം. ഇതെന്തൊരു തലതിരിഞ്ഞ ലോകമാണെന്നുള്ള ചോദ്യം. അതുകൊണ്ട് ഇന്ത്യയുടെ വലിയ ചോദ്യമാണ്. ഇന്ത്യയുടെ വിമോചനം എന്ന് പറയുന്നത് ഭാഷാപരമായ ഫെഡറലിസത്തിലാണ്, യാതൊരു സംശയമില്ല. യൂറോപ്പ് എങ്ങനെയാണ് കുരിശ് യുദ്ധങ്ങളിൽ വിമോചിതരായത്? യൂറോപ്പിന്റെ ചരിത്രം എടുത്താൽ മതി. യൂറോപ്പിൽ നിന്നാണല്ലോ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഫ്രഞ്ച് സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഒക്കെയാണല്ലോ നമ്മൾ ഭരണഘടനയുടെ ഒരു അടിപ്പടവ് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നുള്ള നിലയിൽ കീരിയും പാമ്പുമായി ജീവിച്ചിരുന്ന ഒരു ജനത എങ്ങനെയാണ് അതിനെ മറികടന്നത്? ഞങ്ങൾ ക്രിസ്ത്യാനികളും ഞങ്ങൾ മുസ്ലിങ്ങളും എന്നുള്ള സ്വത്വത്തിനപ്പുറത്ത് ഞങ്ങൾക്ക് ഭാഷാ സ്വത്വമുണ്ട്. അതിന് കീഴിലാണ്, ഇത് താഴെയാണ് മതസ്വത്വം എന്ന് അവർ മനസ്സിലാക്കിയപ്പോഴാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ജർമ്മൻകാരും സ്പെയിൻകാരും ഇറ്റലിക്കാരും ഒക്കെ ഉണ്ടാവുന്നത്. ഇന്ത്യയിൽ ഒതുങ്ങിയ വേണ്ടത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന സ്വത്വത്തിന് അപ്പുറത്ത് മലയാളി തമിഴൻ കന്നഡിയൻ എന്നുള്ള സ്വത്വത്തിന് താഴെയാണ് അത് വരേണ്ടത്. ഇത് വരാതിരിക്കുന്നതുകൊണ്ടാണ് അണ്ടിയോ മൂത്ത് മാവോ മൂത്ത് എന്നുള്ള തർക്കം ഒരു കാലത്ത് അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭാഷാ ബഹുത്വം, അത് ഏകഭാഷാ സങ്കല്പം ഫാസിസമാണ്. അത് എല്ലാ തരത്തിലുള്ള ഏകതയാ സങ്കല്പങ്ങളും ഫാസിസമാണ്. അതുകൊണ്ട് ഭാഷാ ബഹുത്വത്തെ ആഘോഷിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മൾ ഭാഷാപരമായ ഒരു സങ്കല്പം പിന്നെ സംസ്ഥാനത്തെ കുറിച്ച് ഉണ്ടാക്കിയത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. കേരളം രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഒരു വലിയ വാദം പശ്ചിമതീര സംസ്ഥാനത്തിന് വേണ്ടിയിട്ടായിരുന്നു. പശ്ചിമതീര സംസ്ഥാനം എന്താ? പണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞ സ്ഥലമാണ്. ഗോകർണം മുതൽ കന്യാകുമാരി വരെയാണ്. അത് ആരുടേതാവും? അങ്ങനെ ഒരു സംസ്ഥാനം ഉണ്ടാക്കിയാൽ സമാർ മോർ ഈക്വൽ ആവുമായിരുന്നു. അത് ഹിന്ദുക്കളുടെ സംസ്ഥാനമാവുമായിരുന്നു. അതിനെ തള്ളിക്കൊണ്ട് ഭാഷ സംസാരിക്കുന്ന മലയാളത്തിന്റെ പേരിൽ
ഒരു സംസ്ഥാനം ഉള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും തുല്യ അവകാശമുള്ള കേരളം ഉണ്ടായത്. ഈ അറബിക്കടലിലേക്കാണ് നമ്മൾ തിരിച്ചറിഞ്ഞ ആ മഴു, പരശുരാമന്റെ മഴു വലിച്ചെറിഞ്ഞ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഭാഷാപരമായ സംസ്കൃത പരശുരാമന് പകരം ഈ ആധുനിക അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ ഉണ്ടാക്കിയ കേരളത്തിൽ നമ്മൾ സ്വതന്ത്രത്തിന് വാഴുന്നത് ഭാഷയുടെ തണലിലാണ് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം എന്ന് മാത്രമേ എനിക്ക് പറയുന്നത്. കാര്യപ്പെട്ട ചോദ്യമൊന്നുമില്ല. ഒരു രസകരമായ പരാമർശം ഉണ്ടായി സേതുരാമനോട്. അതായത് പിന്നെ മലയാളിക്ക് ജനിതകമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭാഷയുടെ കാര്യത്തിൽ? സേതുരാമന്റെ മാതൃഭാഷ തമിഴാണ്. അങ്ങനെ മാതൃഭാഷ തമിഴായിട്ടുള്ള ആളാണ് മലയാളികൾ എങ്ങനെയാ മാതൃഭാഷയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു ഗ്രന്ഥം എഴുതിയത് ആലോചിക്കണം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, തമിഴ് നമ്മളുടെ ചേച്ചിയോ അമ്മയോ ആണ്. അപ്പൊ അമ്മയ്ക്കും ചേച്ചിക്കാണല്ലോ അനിയത്തിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് അറിയാം. ശരിക്കും മലയാളിക്ക് അല്ലെങ്കിൽ മലയാളം എന്തെങ്കിലും ജനിതകമായ പ്രശ്നമുണ്ടോ ഒന്ന് പറഞ്ഞു തരണം. കാരണം തമിഴിന്റെ അപ്രോച്ചും ഞങ്ങളുടെ അപ്രോച്ചും കൂടി എന്തോ ജന്മവൈകല്യമാണോ ഈ മലയാളിക്കുള്ള ഈ ഒരു പ്രശ്നം? അതായത് ഈ തമിഴ് മലയാളം തെലുഗൊക്കെ സഹോദരിമാരാണ്. അതിനകത്ത് ഉയർച്ച താഴ്ച ഒന്നുമില്ല, എല്ലാവരും ഒന്നാ. പക്ഷെ അതേ സമയത്ത് മലയാളികൾ നോക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തില് മറ്റു എല്ലാ സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ ഭാഷപരമായി എന്താ പറയുക, കൂടുതൽ ബോധവും ഒരു ഉദാരമായ നയവും ഉള്ളത് മലയാളത്തിലാണ്. യഥാർത്ഥത്തിൽ നോക്കി ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ കേന്ദ്രീകൃത പ്രശ്നമാണ്. നമ്മള് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നമ്മുടെ ഒരു ചട്ടക്കൂട്ടിൽ നമ്മൾ നിർത്തുന്നു, ഇതാണ് പ്രശ്നം. അതല്ലാതെ മലയാളത്തിന്റെ പ്രശ്നം മലയാളം വളരെ ഡൈനമിക് ആയിട്ടുള്ള ഒരു ഭാഷയാണ്. നമ്മളെ കാലം ഒരുപാട് രീതിയിൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു ഭാഷയാണ് ദിവ്യായി. പക്ഷേ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചായി ഞാൻ രണ്ട് പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ നോക്കിയാൽ മലയാളം ഒരു വളരെ മലയാളി ജന്മമായിട്ട് പ്രശ്നമൊന്നുമില്ല. മലയാളി നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഭാഷാ സമൂഹമാണ് മലയാളം എന്ന് പറയുന്നത്. Thank you so much, speakers.